പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ 3-ാം അധ്യായം തീർത്തു. 4-ാം അധ്യായത്തിൽ ഇന്ന് കടക്കുകയാണ്. കായേനും ആബേലും ആദാമിൻ്റെയും ഹവ്വായുടെയും ആദ്യജാതനും രണ്ടാമത്തെ മകനും. അപ്പോൾ ആ ഒരു സന്തതി പരമ്പരകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനപ്പെട്ട ആ രണ്ടുപേരുടെയും കാര്യം ഇവിടെ എടുത്ത് പറയുന്നു. അതിൽ ഒരാൾ നന്മയുടെ ഉദാഹരണവും ഒരാൾ തിന്മയുടെ ഉദാഹരണവും. പാപം എങ്ങനെ മനുഷ്യനിൽ പ്രവേശിക്കുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നും ഒരാൾ നീതീകരിക്കപ്പെടുന്ന ദൈവസന്നിധിയിൽ എങ്ങനെയാണെന്നും അവിടെ വ്യക്തമായിട്ട് രണ്ടുപേരുടെയും ആ ഉദാഹരണമായിട്ട് പറഞ്ഞ് ഗ്രന്ഥകാരൻ സമർത്ഥിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് തിന്മ വരുന്നത് രണ്ടുപേരും ബലി അർപ്പിക്കുന്നതാണ്. ദൈവസമക്ഷം ബലി അർപ്പിക്കുന്നു. ആ ബലി അർപ്പിക്കുന്ന ആ രണ്ട് മനുഷ്യരുടെയും മനസ്സിൻ്റെ രീതി, അവരുടെ ആ സന്തോഷം, അതിലെ ആനന്ദം, അത് ദൈവവുമായിട്ട് അവർക്കുള്ള ആത്മബന്ധം ആ ബലി അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതൊക്കെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടുന്നത് നമ്മളതാണ്. അല്ലാതെ അക്ഷരം പ്രതി വായിച്ചെടുക്കുകയല്ല, അതങ്ങനെ സ്വീകരിക്കുകയല്ല ഇതിൽ വേണ്ടിയത്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുകയില്ല. നമുക്ക് ആദം തൻ്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഇവിടെ ആദം തൻ്റെ ഭാര്യ ഹവ്വായോട് ചേർന്ന് അവൾ ഗർഭം ധരിച്ചു കായേനെ പ്രസവിച്ചു. കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞായിട്ടാണ്. എന്നാൽ ചില പണ്ഡിതർ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുരുഷനും സ്ത്രീയും, അതായത് ദൈവം തന്നെ സ്ഥാപിച്ച ആ കുടുംബം, പുരുഷനും സ്ത്രീയുമായിട്ട്, അതിൽ നിന്നും അവരെ സന്താനപുഷ്ടിയുള്ളവരായിട്ട് വളരാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അവിടെ അവരുടെ ആ കുടുംബ ജീവിതത്തിൽ ആശീർവദിച്ചു. ആദ്യമായിട്ട് ദൈവം നടത്തിയാണ്. അപ്പോൾ അവിടെ തിന്മ പ്രവേശിക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ കായേൻ ഇങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ അത് ചിന്തിക്കാൻ ദൈവശാസ്ത്ര പണ്ഡിതരൊക്കെ പറയുന്നത്. ഈ ഹവ്വ അതിലെ ഒരു അഹങ്കാരവും ഒരു അഭിമാനവും അവൾക്ക് തോന്നിയിരുന്നു. കാരണം ദൈവം എല്ലാം സൃഷ്ടിച്ചു, അവരെ ഉൾപ്പെടെ. പക്ഷെ ഞാനും ഇന്ന് ആദത്തിന് ഒരു മകനെ സൃഷ്ടിച്ചു കൊടുത്തു എന്ന് അവൾക്കൊരു അഹങ്കാരം, ഒരു ഇതുണ്ടായി എന്നാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്ഥാനം അവൾ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ദൈവം എനിക്ക് ഒരു പുത്രനെ കർത്താവ് കടാക്ഷിച്ച് ലഭിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൽ പിന്നെ അവൾക്ക് ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു അപശ്രുതിയും കൂടെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് കായേൻ്റെ ആ സ്വഭാവം അങ്ങനെ ആയിപ്പോയത്. ഗർഭത്തിലിരിക്കുമ്പോൾ അവൾ പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആകാനാണ് സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ കായേൻ അങ്ങനെ ആകേണ്ടുന്ന ആവശ്യമില്ല. കാരണം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കർത്താവ് പരദീസം നഷ്ടപ്പെട്ടുവെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കർത്താവ് അവർക്ക് ആശംസിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അങ്ങനെ പെട്ടെന്ന് വരാൻ സാധ്യതയില്ല, ദൈവത്തോട് അകലേണ്ടുന്ന കാര്യവുമില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് കായിൻ്റെ സ്വഭാവം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആബേലിൻ്റെ സ്വഭാവം അനുസരിച്ചല്ല വരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് അവരുടെ ആ സ്വഭാവ സവിശേഷത കാണിക്കുന്ന രണ്ടുപേരുടെ ആ വ്യത്യാസങ്ങൾ കാണിക്കുന്നതിന് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് അവരുടെ ബലിയർപ്പണമാണ്. ആബേൽ കായേൻ
തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ച് ബലിയർപ്പിക്കേണ്ടെന്ന് അവർക്ക് തോന്നിയപ്പോൾ ആയപ്പോൾ അപ്പോൾ കർത്താവുമായിട്ട് അവർക്ക് ആ ഒരു ചിന്തയുണ്ട്, ദൈവചിന്ത അവർക്കുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് ആദവും ഹവ്വായും അവർക്കത് പറഞ്ഞു കൊടുത്തിരിക്കണം. അങ്ങനെയാണല്ലോ അവർ മക്കൾ അറിയുന്നത്. അപ്പോൾ അവർ ദൈവവുമായിട്ടുള്ള ബന്ധവും അവർക്ക് നഷ്ടപ്പെട്ട പരദീസ ജീവിതവും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കണം. ദൈവം അവരെ പിന്നെയും സ്നേഹിച്ചു അനുഗ്രഹിച്ചു എന്ന് ഉള്ളതെല്ലാം അവരിലോട്ട് അത് പറഞ്ഞ് വാമൊഴി പറഞ്ഞ് അത് ആ ആശയം കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ്. ആ വിശ്വാസം അവരിലുണ്ട്. അതുകൊണ്ടാണല്ലോ ബലി അർപ്പിക്കാൻ വരുന്നത്. അല്ലെ അവിടെ ആര് പറഞ്ഞിട്ടാണ്. അപ്പോൾ കായൻ ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനും വരുന്നുണ്ട്. കൃഷിക്കാരനായതുകൊണ്ട് കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അവർ രണ്ടുപേരും തെറ്റ് ചെയ്തില്ല, എല്ലാവരും ഒരുപോലെയാണ്. കായൻ തൻ്റെ കൃഷി സാധനങ്ങളിൽ കൃഷി ചെയ്ത് കിട്ടിയ ഫലത്തിൽ ഒരു ഭാഗം തന്നെ എടുത്ത്, അല്ല കുറച്ചൊന്നുമല്ല, മോശമായതൊന്നുമല്ല, ഇവിടെ പറയുന്നില്ല, എടുത്ത് കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേലും അതുപോലെ കൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. അപ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ് ബലി അർപ്പിച്ചത്. എടുത്ത സാധനങ്ങൾ അവർക്കുണ്ടായിരുന്ന അവരുടെ തൊഴിലിന് അനുസരിച്ച് ഉണ്ടായിരുന്ന സാധനങ്ങൾ ഏറ്റവും നല്ലത് തന്നെ അവരെടുത്തിരിക്കുന്നു. അതിൽ മോശമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കായൻ്റെ ബലി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കായനിലും ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അപ്പോൾ കായൻ്റെ ആ സ്വഭാവം അല്പം ആബേലിനെ പോലെ അത്ര ഒരു നല്ല ഒരു സ്വഭാവമായിരുന്നില്ല. രണ്ടുപേരും ബലി അർപ്പിച്ചു. ഒന്ന് ദൈവം സ്വീകരിച്ചു, അത് പ്രത്യക്ഷത്തിൽ അറിയാം. അവിടുന്ന് ദൈവം അത് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചെടുക്കുമ്പോൾ കായൻ്റേത് അങ്ങനെ സ്വീകരിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കായൻ്റെ മനസ്സിൽ അനിയനോടുള്ള സഹോദരനോടുള്ള വിദ്വേഷവും പകയും അസൂയയും നിലനിന്നിരുന്നു. അപ്പോൾ കർത്താവ് എപ്പോഴും ആബേലിനോട് ഒരു ബന്ധമുണ്ടായിരുന്നിരിക്കണം. അത് കായന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കായൻ്റെ സ്വഭാവത്തിലും എല്ലാം ഒരുപക്ഷെ മാതാപിതാക്കളും കായനോടായിരിക്കും കൂടുതൽ താല്പര്യം കാണിച്ച് സന്തോഷവും കാണിച്ചത് എന്നും ആയിരിക്കാം. അപ്പോൾ കായനിൽ ഇതെല്ലാം വെറുപ്പ്, അവനോടുള്ള വെറുപ്പ്, സഹോദരനോടുള്ള വെറുപ്പ് ഉണ്ടാക്കിയിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അപ്പോൾ കായൻ്റെ ഹൃദയം നമ്മൾ നോക്കുമ്പോൾ അത് ബലിയർപ്പണത്തിന് പറ്റിയ ഹൃദയമല്ലായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ ബലിയിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ നിൻ്റെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നീ നിൻ്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട്, ബലിപീഠത്തിൽ വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? നീ പോയി അവിടെ ബലിപീഠത്തിൽ വെക്കുന്നതിന് മുമ്പ് നീ പോയി നിൻ്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടുക. ആരാണ് സഹോദരൻ? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തന്നെ, നമ്മൾ കണ്ടുമുട്ടുന്നവർ തന്നെ എല്ലാവരും സഹോദരങ്ങളാണ്. അല്ല സ്വന്തം കൂടെ പിറന്ന സഹോദരൻ മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുമായിട്ടും എല്ലാവരുമായിട്ട് ആരെങ്കിലുമായിട്ട് രമ്യതയിലല്ല എങ്കിൽ അവിടെ പോയി അവരുമായിട്ട് രമ്യതപ്പെട്ട് സ്നേഹത്തിലായി ആ സ്നേഹത്തോടു കൂടി വേണം ഇവിടെ വന്ന് ബലിയർപ്പിക്കാൻ. മനുഷ്യരോടുള്ള സ്നേഹമില്ലാതെ ബലിയർപ്പിക്കാൻ അതായത് നമ്മുടെ ഇപ്പം ദൈവാലയത്തിലും പോയിട്ട് കാര്യമില്ല, ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമില്ല.
ഒരു പ്രയോജനവുമില്ല. പാപം ഒന്നും കൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആരോടെങ്കിലും മനസ്സിൽ വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ പകയുണ്ട് എങ്കിൽ അത് ആ ബലി ഒന്നിനും ഉപകരിക്കുന്നില്ല, വീണ്ടും പാപം ചെയ്യുകയാണ്. കാരണം എന്താ? മനുഷ്യരെ കബളിപ്പിക്കുന്നു, ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. നടക്കത്തില്ലല്ലോ രണ്ടും മനുഷ്യരെ കബളിപ്പിക്കാൻ പറ്റും, ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദൈവം ഹൃദയ വിചാരങ്ങൾ അറിയുന്നു. അതായത് നമുക്ക് സങ്കീർത്തനം 51 സങ്കീർത്തനത്തിൽ നമ്മൾ ദിവസവും പല പ്രാവശ്യം ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. താഴ്മയുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ സ്വീകാര്യമായ ബലി. അത് ഇവിടെ കായേന് ആ താഴ്മ ഇല്ലായിരുന്നു. സഹോദരൻ്റെ ബലിനോടുള്ള ഒരു വെറുപ്പ് എപ്പോഴും മനസ്സിൽ നിന്നിരിക്കുന്ന മാതാപിതാക്കൾ കാണിക്കുന്ന സന്തോഷം, അവൻ്റെ മേൽ കൂടുതൽ സന്തോഷം, സ്നേഹം, ദൈവത്തിൻ്റെ ഇടപെടലും ഉണ്ടായിരുന്നിരിക്കണം. അത് കായേന് അറിയാമായിരുന്നു. കാരണം കായേന് എപ്പോഴും ആ ഭൂമിയുമായിട്ട് മല്ലിടുന്ന ആ രീതിയിൽ കൃഷി അധ്വാനത്തിൽ ഒരു സംതൃപ്തി അവൻ കണ്ടെത്തിയിരുന്നില്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ബലി കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, അത്യധികം കോപിപ്പിച്ചു അവനെ. അപ്പം അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല. ഇത് നമ്മളോട് ഓരോരുത്തരോടും ഉള്ള കർത്താവ് ചോദിക്കുന്നതാണ്. നീ ഉചിതമായ ബലി അർപ്പിക്കാനാണോ നീ ദൈവാലയത്തിൽ പോകുന്നത്? ദൈവാലയത്തിൽ പോകുമ്പോൾ നീ ആരെയെല്ലാം അവിടെ വെച്ച് തന്നെ നീ എത്ര പേരോട് സ്നേഹം കാണിച്ചു? എത്ര പേരിനോട് നിന്നിലുള്ള നിൻ്റെ മനസ്സിലുള്ള അസൂയയോ അല്ലെങ്കിൽ കാലുഷ്യമോ നീ അവിടെ കളഞ്ഞു? അത് കളയാതെ ഇപ്പോഴും നീ പ്രവർത്തിക്കുന്നില്ലേ? നീ ആ ബലി അർപ്പിക്കാൻ ആരാധനയ്ക്ക് വന്നിട്ടില്ലേ? ആരാധന നടത്തിയില്ലേ? ശുശ്രൂഷകളിൽ പങ്കെടുത്തില്ലേ? അത് കർത്താവ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഉചിതമായി പ്രവർത്തിക്കണം. ഉചിതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് തന്നെയാണ്. ഹൃദയ പരമാർത്ഥതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, വെടിപ്പോടുകൂടി അവിടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഹൃദയം എപ്പോഴും വെണ്മയുള്ളതായിരിക്കണം, എങ്കിലേ അത് കർത്താവ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പാപം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിലുകൾ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എന്ന് പറഞ്ഞാൽ കോപം ഉള്ളിടത്ത് പാപം എപ്പോഴും ഉണ്ട്. പാപം നിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ട്. വാതിൽക്കൽ തന്നെ നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ കൂടെ അകത്ത് കയറാൻ, ഭവനത്തിൽ കയറാൻ പാപം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കോപമാകുന്ന കോപത്തിൻ്റെ രൂപത്തിൽ സാത്താൻ നമ്മുടെ കൂടെ തന്നെ അകത്ത് കയറി നമ്മളുടെ ഭവനത്തെ അത് വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ അത് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആബേലിന് താൻ എന്താ സ്വീകരിക്കാൻ പ്രത്യേകിച്ചുള്ള കാര്യം? ആബേലിൻ്റെ മനസ്സ് നിർമ്മലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. താൻ ജ്യേഷ്ഠനേക്കാളും കേമനാകണം എന്ന ചിന്ത ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ എന്താ വിചാരിച്ച, അനിയനേക്കാളും ഞാൻ കേമനാണ്, ഇത്രയും സാധനങ്ങൾ ഞാൻ ബലിയർപ്പിച്ചു, ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ആബേലിനെ അത്രയും കാണത്തില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധിയും വെണ്മയും ഹൃദയത്തിൻ്റെ വിശാലതയും വലുതായിരുന്നു. അപ്പോൾ ആ കായേനൊരിതുണ്ടായിരുന്നു, ഇങ്ങനെ ഇവനെ അത്രയും നന്മ കിട്ടാൻ, ഒരു അനുഗ്രഹം കിട്ടാൻ സാധ്യതയില്ല. കാരണം എൻ്റെ വസ്തുക്കളാണ് കൂടുതലുള്ളത്, വിലയുള്ളത് എന്ന് ഒരു കേമൻ, താനാണ് എല്ലാത്തിലും വലിയവൻ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആബേലിന് അതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഹൃദയ പരമാർത്ഥം കൊണ്ടാണ് ദൈവം സ്വീകരിച്ചത്. അപ്പോൾ കായേൻ ഇപ്പോൾ ബലി അർപ്പിച്ചപ്പോൾ അതുപോലെ തന്നെ ഇത് ബലി അർപ്പിക്കേണ്ടുന്നത് ഉചിതമായി നല്ല രീതിയിൽ നല്ലതെടുത്ത് ബലി അർപ്പിക്കേണ്ടത് തൻ്റെ കടമയാണെന്നുള്ള ഒരു ഉത്തരവാദിത്വമാണെന്ന്
ആബേലിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് കൊഴുപ്പുള്ള ഭാഗങ്ങൾ എടുത്ത് കർത്താവിന് അർപ്പിച്ച്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിരിക്കണം, അല്ലാതെ അങ്ങനെ വരികയില്ലല്ലോ. എങ്ങനെ അവർക്കറിയാം? അപ്പോൾ അവർ ദൈവം പർദീസായിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിലും ദൈവവുമായിട്ടുള്ള സമ്പർക്കം അവർ വിട്ടിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അപ്പോൾ ആബേൽ ഇതുവരെ ദൈവം തനിക്ക് ചെയ്ത ഈ നന്മകൾക്കെല്ലാം തൻ്റെ ആട്ടിൻകൂട്ടത്തെ എല്ലാം വർദ്ധിപ്പിച്ചതിലും എല്ലാത്തിലുമുള്ള ഒരു നന്ദി പ്രകടനവുമായിട്ടാണ് ആ ബലി സമർപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മനസ്സിൽ എത്രത്തോളം നന്മ നിറയുന്നുവോ അത്രമാത്രം തിന്മ മനസ്സിൽ നിന്നൊഴിയും. കായൻ്റെ മനസ്സിൽ ആ നന്മ വന്നില്ല, പകരം തിന്മ കൂടി കൂടി വരികയാണ്. അപ്പോൾ ഒരു വെളിച്ചത്തിൽ, ദീപത്തിൻ്റെ വെളിച്ചത്തിൽ ഇരുളകലുന്നത് പോലെയാണ് മനസ്സിലുള്ള എല്ലാ ഇരുണ്ട അനുഭവങ്ങളെല്ലാം മാറും ദൈവത്തിൻ്റെ ആ പ്രകാശം വന്നു കഴിയുമ്പോൾ. അത് ആബേലിലുണ്ടായിരുന്നു. അപ്പോൾ 119 സങ്കീർത്തനം 130 വാക്യം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. അത് ഈ സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ വചനങ്ങളെ അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് 128 എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്, കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. ഇതൊക്കെ ആബേലിൻ്റെ ആ ചിന്തയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവിടുന്ന് ആ ബലി സ്വീകരിച്ചത്. എളിയവർക്ക് അത് അറിവ് പകരുന്നു. എളിമയും വിനയവും താഴ്മയോടും കൂടി വേണം, എളിമ വിനയം താഴ്മയോടു കൂടി വേണം ബലി അർപ്പിക്കാൻ, ദൈവാലയത്തിൽ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാൻ. അങ്ങനെ ആകുമ്പോഴാണ് അങ്ങയുടെ ആ വചനങ്ങളുടെ ചുരുൾ നിവരുന്നതും പ്രകാശം നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിലേക്ക് പരക്കുന്നതും. 133 ആ വാക്യത്തിലും പറയുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ, അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ. അതായത് ദുഷ്ടചിന്തകളൊന്നും എന്നെ കീഴടക്കാൻ അനുവദിക്കരുതേ എന്ന് അതിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അപ്പോൾ ഇവിടെ ആബേലിൻ്റെ ആ ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അപ്പോൾ കർത്താവ് പറയുന്നത്, അത് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്, അതിനെ കീഴടക്കാൻ ശ്രമിക്കണം. നിൻ്റെ വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് പാപം. നമ്മുടെ ബലിയെ അർപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ നല്ല ചിന്തയോടുകൂടിയല്ല ബലി അർപ്പിക്കുക, നിൻ്റെ കൂടെ തന്നെ ആ പാപം ഇനി വന്നു. കാരണം ദൈവാലയത്തിൽ വെച്ച് തന്നെ പാപം ചെയ്തു. ആ പാപം ഇങ്ങോട്ട് വന്നു, വീട്ടിൽ അവിടെയും പതിയിരിപ്പുണ്ട്. അത് നമ്മുടെ കൂടെ തന്നെ വീട്ടിൽ കയറും, വീട്ടിൽ അസ്വസ്ഥതയാകും, അന്നത്തെ ജീവിതത്തിൽ തന്നെ അസ്വസ്ഥതയാകും, ജീവിതത്തിൽ തന്നെ അത് പ്രതിഫലിക്കും. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവൻ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. നോക്കണേ, അവരെത്ര സന്തോഷത്തോടു കൂടിയാണ് ആബേൽ സ്വീകരിച്ചത്. ദൈവം ബലി സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. അത് കായന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ്റെ സന്തോഷവും സ്നേഹവും കർത്താവിനോടുള്ള നന്ദി പ്രകടനവും ഒന്നും അവന് അത്ര സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇന്ന് പലപ്പോഴും ഇതാണ് ചിന്തിക്കണം, നമ്മളത് ചിന്തിക്കണം. മറ്റുള്ളവർ സന്തോഷത്തിൽ കഴിയുന്നത്, നമ്മളവിടെ ദൈവസന്തോഷത്തിൽ കഴിയുന്നത് നമ്മളും സന്തോഷത്തോടെ അത് കാണണം, വീക്ഷിക്കണം, പകർത്താൻ നോക്കണം. അത് അവിടെ മനസ്സിൽ വ്യാജം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് സന്തോഷം കാണിക്കുന്നതല്ല. ലൗകിക സന്തോഷത്തിൻ്റെ കാര്യമല്ല, ആത്മീയ സന്തോഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ വിശ്വാസികൾക്ക്
അത് പറഞ്ഞു തന്നിരിക്കുകയാണ് കർത്താവ്. കർത്താവ് കായനോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ അവിടെ പോയി ആബേലിനെ സന്തോഷത്തോടെ വിളിച്ചു, സ്നേഹം നടിച്ച് വിളിച്ചു, കൊണ്ടുപോയി അടിച്ചു കൊന്നു. കാരണം എന്താ? കർത്താവിന് പ്രിയപ്പെട്ടവനായിപ്പോയി അവൻ. അപ്പോൾ എന്നേക്കാളും മറ്റവൻ ഉയരരുത് എന്നുള്ള ഒരു ചിന്ത ഇന്ന് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ മാത്രമല്ല, ലൗകിക ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർ ഉയർച്ച, മറ്റുള്ളവർ നന്നാകുന്നത്, അല്ലെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പണമോ അതിനുള്ള ആഡംബരമോ ഒന്നും ഇല്ലെങ്കിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത് ദഹിക്കാത്ത ചിലരുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം കാണും, നമ്മുടെ കൂട്ടായ്മകളിൽ കാണും, എല്ലാം കാണും. പക്ഷേ അത് നമ്മൾ വെടിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. അത് അവരോട് നമ്മൾ ചിന്തിക്കണം. ദൈവം ആണ് അവരെ നയിക്കുന്നത്, എന്നെ നയിക്കേണ്ടുന്നത്. അപ്പോൾ ഞാനിത് വെടിഞ്ഞെങ്കിലേ ദൈവം എന്നോട് പ്രസാദിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകുന്നില്ല. കാരണം ഞാൻ പോയി ദൈവാലയത്തിൽ പോയി മനുഷ്യരെയൊക്കെ കബളിപ്പിച്ചു, ദൈവത്തെയും കബളിപ്പിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് അത് കൂടുതലാണ്. ഇന്ന് കൂടുതലും പറയുന്ന നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? നമ്മൾ പോകുമ്പോൾ എത്രയോ പേരെ നമ്മുടെ സഹായത്തിന് നമ്മുടെ ആവശ്യമുള്ള സഹായം ആവശ്യമുള്ള എത്രയോ പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. നമ്മുടെ വഴിയിൽ, നമ്മുടെ ദൈവാലയത്തിൽ എല്ലാം നമ്മൾ കണ്ടുമുട്ടാറില്ലേ? എത്ര പേർക്ക് നമ്മൾ ചെയ്ത് ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കാൻ ആണ് നമ്മൾക്കിന്ന് താല്പര്യം. അല്ലാതെ സഹോദരൻ്റെ ആവശ്യക്കാരനാണ് എന്ന് സഹായം ചെയ്യേണ്ടുന്നവനാണെന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. ഇന്ന് എങ്ങനെയെങ്കിലും സഹോദരനെ നമ്മൾ കവച്ച് വയ്ക്കാനാണ് നോക്കുന്നത് മറ്റുള്ളവരെ. അവർ ചെയ്യുന്നത് ഒരുപക്ഷെ ബലഹീനനായിരിക്കാം, സാമ്പത്തികമായിട്ട് അധപതിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ ആൾബലം ഇല്ലാത്തവനായിരിക്കാം. അപ്പോൾ അവരുടെ നല്ല ഭാഗം കാണാതെ ആ നല്ല ഭാഗം എടുത്ത് തൻ്റേതാക്കി മാറ്റിക്കൊണ്ട് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ആത്മീയ രംഗത്തും കാണാം. ഇന്ന് നമ്മുടെ ദൈവാലയത്തിലും കാണാം. പല കമ്മിറ്റികളിലും പല കാര്യങ്ങളും പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. ചിലർ നല്ല നന്മ ചെയ്ത് പൊതു കൂട്ടായ്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടവരായിരിക്കാം, ധനസ്ഥിതിയിൽ താഴ്ന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആൾബലമില്ലാത്തവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ളവരെ തമസ്കരിച്ചുകൊണ്ട് നിശബ്ദരാക്കിക്കൊണ്ട് ആൾബലവും ധനബലവും എല്ലാം കാട്ടി നിശബ്ദരാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ തൻ്റേതാക്കി മാറ്റി എടുക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കുക. പലയിടത്തും ഞാൻ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ പല കൂട്ടായ്മകളിൽ തന്നെ പറഞ്ഞേക്കാം, പള്ളികളിൽ തന്നെ പറഞ്ഞു കേൾക്കാം. അങ്ങനെ ചിലരുണ്ട്, കമ്മിറ്റിയിലായാലും അല്ലാത്തവരായാലും ഇങ്ങനെ പലരും ഇങ്ങനെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ചെയ്ത നന്മകൾ ദഹിക്കാതെ അസൂയയോടും കാലുഷ്യത്തോടും കൂടി കണ്ട് അയാളെ നിശബ്ദരാക്കി പുറത്താക്കിയിട്ട് അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിച്ചിട്ട് മേലിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ പൊതുകാര്യങ്ങൾ ഇടപെടേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് അവർ ചെയ്ത നന്മയുള്ള എല്ലാം തങ്ങളുടേതാക്കി മാറ്റി അത് അധികാരികളെയും ബോധിപ്പിച്ച് മെത്രാനെയും ബോധിപ്പിച്ച് അവരോട് അപ്പോൾ മെത്രാനത്തൊക്കെ ഇച്ചിരി സുഖത്തിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സൂചിപ്പിച്ച് കഴിയുമ്പോൾ അവരങ്ങ് വിശ്വസിക്കും. കാരണം നോക്കുമ്പോൾ ആൾബലമുള്ളവരാ, ധനബലമുള്ളവരാ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ അങ്ങനെ സൂചിപ്പിച്ച് മെത്രാനും വിശ്വസിച്ച് അത് ചരിത്രവും മാറ്റിമറിച്ച് എഴുതി. ഇനിയും ഞങ്ങളെ പള്ളിയുടെ ചരിത്രം ഇതാണ്, ഇടവകയുടെ ചരിത്രം ഇതാണ്, സമൂഹത്തിൻ്റെ ചരിത്രം ഇതാണ്, തങ്ങൾക്ക് അനുകൂലമായിട്ടെല്ലാം മാറ്റി അങ്ങനെ എഴുതി മെത്രാനെ കൊണ്ടും കൂടെ അത് അംഗീകരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല. അങ്ങനെ എത്രയോ വേദനിക്കുന്നവരുണ്ട് പലയിടത്തും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല, പലയിടത്തും ഉണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, എനിക്ക് അനുഭവത്തിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളവരെ എത്ര ബലിയർപ്പിച്ചാൽ എന്താ? ജീവിതകാലം മുഴുവൻ ബലിയർപ്പിച്ചിട്ട് എന്തുവാ പ്രയോജനം? ഇതൊക്കെ കണക്ക് പുസ്തകമുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു കണക്ക് പുസ്തകമുണ്ട്. അവസാനം ഈ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിന് മുൻപിൽ ചെല്ലുമ്പോൾ ഈ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ അവിടെ നിൽക്കക്കള്ളിയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ പോലും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി തീരും. ആദ്യ മാതാപിതാക്കൾ പറ്റിയതുപോലെ പാപബോധവും പേറി അവിടെ അലഞ്ഞു നടന്ന് അവിടുന്ന് എന്തു ചെയ്യും? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ താഴെ ചാടേണ്ടി വരും.
അവിടെ നിൽക്കും. താഴെയുള്ള അഗാധമായ ഗർത്തത്തിലോട്ട് വീഴേണ്ടി വരും. സാധു സുന്ദർ സിംഗിൻ്റെ ചരിത്രത്തിൽ, തൻ്റെ ജീവിതഗന്ധി ആ ചരിത്രത്തിൽ അവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെയ്ത ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എല്ലാം നല്ല ഇത് പള്ളിയിലും എല്ലാ കാര്യങ്ങളിലും നന്മ ഒക്കെ പ്രവർത്തിക്കുകയാണ് മറ്റുള്ളവർ കാണേ, അല്ലാതെ സ്വന്തമായിട്ടല്ല, ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും കാണണം, എന്നെ മഹത്വപ്പെടുത്തണം, ഞാനാണ് എല്ലാത്തിലും എല്ലാം എന്ന് എല്ലാവരും പുകഴ്ത്തണം. ദൈവത്തിൽ നിന്നുള്ള മഹത്വമല്ല, മനുഷ്യരുടെ നിന്നുള്ള മഹത്വം സ്വീകരിക്കാനാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കൂട്ടരും എല്ലാം അങ്ങനെയാണ്, മനുഷ്യരുടെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ മരിച്ചു എന്നപ്പോൾ അവസാനം ഈ പുസ്തകം തുറന്ന് ഇതെല്ലാം വന്നപ്പോൾ അവനൊട്ടും അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ നരകത്തിലേക്ക് തന്നെ ചാടേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുന്ന അത് വളരെ വിശദമായിട്ടുണ്ട്. അതൊക്കെ സമയം പോലെ വിശദമായിട്ട് മേടിക്കുക. അത് നല്ലൊരു കഥയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊക്കെ പ്രാവർത്തികമാക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ഇന്ന് കൂടുതലാണ്, അതാർക്കും പറയുന്നത് ഇഷ്ടമായിരിക്കത്തില്ല, അല്ലെങ്കിൽ അത് തിരുത്താൻ ആർക്കും വയ്യ, ഏതാണ്ട് കുറച്ചിലായിപ്പോയോ എന്നുള്ള വിചാരം തോന്നും മറ്റുള്ളവർ അത് അംഗീകരിച്ചില്ലെങ്കിൽ എന്നൊക്കെയാണ്. അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ ആബേൽ ഇവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടെ, സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഞാനാണ്, തീർച്ചയായിട്ടും സഹോദരൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? പാപം നിന്നിൽ താല്പര്യം വെച്ച് നിൻ്റെ ഭവനത്തിൽ കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ആദ്യം അതിനെ നീ കീഴടക്കണം. കർത്താവ് പറയുന്നത് അതാ. പക്ഷേ നമുക്ക് പറ്റുന്നത് അങ്ങനെയല്ല. അതിനെ കുറച്ചുകൂടെ ബലത്തോടുകൂടി നമ്മുടെ മുഷ്ടി ബലത്തോടുകൂടി അതിനെ പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വലിയവനാണെന്ന് പ്രദർശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എഫേസോസ് 4:25 പറയുന്നുണ്ട്, വ്യാജം വെടിഞ്ഞ് അയൽക്കാരോട് സത്യം സംസാരിക്കണം. 29 പറയുന്നുണ്ട്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മ പുറപ്പെടരുത്, കേൾവിക്കാർക്ക് ആത്മചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി നല്ല കാര്യങ്ങൾ സംസാരിക്കുവാൻ. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25-ഉം 29-ഉം വാക്യങ്ങളാണ് വായിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളൊരു നല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടുന്നത്. പിന്നെ അല്ലാതെ എത്ര പെരുന്നാൾ ആഘോഷിച്ചാലും, എത്ര തിരുനാളുകൾ നടത്തിയാലും, എത്ര നേർച്ചകൾ നടത്തിയാലും ഒന്നും ഒരു ഫലവും ഇല്ല. മനസ്സ് ഇങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മ കേൾക്കരുത്, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി നല്ല കാര്യങ്ങൾ സംസാരിക്കണം, വ്യാജം വെടിയണം, അയൽക്കാരോട് സത്യമേ സംസാരിക്കാവൂ. മനുഷ്യരെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവരെപ്പറ്റി അസൂയ ഉണ്ടാകുകയില്ല. കാരണം മനുഷ്യരെ നമ്മൾ ഹൃദയംഗമായിട്ട് സ്വീകരിക്കണം മറ്റുള്ളവരെ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടുന്നത്, ബലി അർപ്പിക്കുക, സാധനങ്ങൾ കൊണ്ടുവന്ന്, ഉരുക്കളെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കുക എന്നുള്ളതല്ല. ബലി അർപ്പിക്കുന്നവൻ തന്നെ ബലിയായിട്ട് മാറണം. അൾത്താരയിൽ ബലിപീഠത്തിൽ അവൻ തന്നെ ബലിയായിരിക്കണം. അവനിലുള്ളതെല്ലാം മാറ്റണം. ആ അഹം എന്ന ഭാവം മാറിയിട്ട് അവൻ താഴ്മയോടെ വിനയത്തോടുകൂടി ആയിരിക്കണം. അപ്പോൾ അത് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഹൃദയം നുറുങ്ങിയ ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അപ്പോൾ മനുഷ്യൻ ജനിക്കുമ്പോഴേ ഉള്ള ആ ഒരു പാപമാണ്. ഈ പാപബോധം എപ്പോഴും കൊണ്ട് ദൈവം ആദവും ഹവ്വയും ആദ്യ മാതാപിതാക്കൾ ചെയ്ത ഈ പാപം എപ്പോഴും ഉണ്ട്. അതിനാണ് നമ്മൾ ജന്മപാപം എന്ന് പറയുന്നത്. ജന്മമായിട്ട് ജനിക്കുമ്പോഴേ ഉള്ള പാപം, ആ പാപത്തിൻ്റെ അംശം പാരമ്പര്യമായിട്ട് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് തുടച്ച് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കർത്താവ് അവർക്ക് ഏദൻ തോട്ടം അതിന് ശിക്ഷയായിട്ട് അവർ പാപം ചെയ്തപ്പോൾ നഷ്ടമാക്കി. ഉൽപ്പത്തി 3:15 കർത്താവ് അതിനൊരു ആശ്വാസം കൊടുത്തു. അവർക്ക് എന്തുവാണ്? അവർക്കൊരു പ്രത്യാശ കൊടുത്തു. സ്ത്രീയുടെ സന്തതി
പാപം വിതച്ച സാത്താൻ്റെ തകർക്കുന്ന ഒരു ദിവസം വരും നിങ്ങൾക്ക്, അത് കാത്തിരിക്കുക. അപ്പോൾ ആദമും ഹവ്വായും ഇവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആദം ഏതാണ്ട് 940 വർഷക്കാലം ജീവിച്ചിരുന്നു, 940 വർഷക്കാലം ജീവിച്ചിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു നൂറ്റാണ്ടുകൾ ഇങ്ങനെ കർത്താവ് ഇവിടെ വാഗ്ദാനം കൊടുത്തല്ലോ, ഒരു സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ പാപം വിതച്ച, നിങ്ങളിൽ പാപം വിതച്ച, ലോകത്തിൽ പാപം വിതച്ച സാത്താൻ്റെ തല തകർക്കുന്ന ഒരു ദിനം. അപ്പോൾ അത് ഇവരെല്ലാം ഇങ്ങനെ പഴയ നിയമത്തിൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ആദം മുതലിയോട് പ്രതീക്ഷിച്ച് കഴിയുകയാണ്. അപ്പോൾ അവിടെ ഒന്നും എത്തിയില്ല. അപ്പോൾ ഗലാത്യർ 4:45 പറയുന്നുണ്ട്, ഗലാത്യർ 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അപ്പോൾ അതുവരെ അങ്ങനെ അവർ പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്നെങ്കിലും അവർക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് താമസിപ്പിച്ചവിടെ ഇത് പൗലോസ്ലിഹായുടെ അഭിപ്രായം അനുസരിച്ച്, ഭാഗ്യത അനുസരിച്ച് അദ്ദേഹം പറയും, നമ്മളെയും കൂടെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ആ ഭാഗ്യം അവർക്ക് നിന്ന് നീട്ടിക്കൊണ്ടുപോയി നമ്മുടെയും കൂടെ കാലം വരണം. നമ്മളെയും കൂടെ ദൈവം അന്ന് അനാദികാലം മുതൽ കണ്ടിരുന്നു. അപ്പം നമ്മളെയും കൂടെ രക്ഷിക്കാനാണ് ഈ സ്ത്രീയുടെ സന്തതി, യേശു ക്രിസ്തു വഴി നമ്മളും കൂടെ രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ആ അവസ്ഥ നീട്ടിക്കൊണ്ടുപോയി നമ്മുടെ കാലത്ത് അതിന് സാധിച്ചത്, അതുവരെ നീട്ടിക്കൊണ്ടുപോയത്. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. 9 ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 3:8-9 വാക്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പാപം ആദ്യം മുതലേ പിശാച് പാപിയാണ്, പാപത്തിന് പ്രേരിപ്പിക്കുന്നവനാണ്, പാപം നമ്മളിൽ പടർത്തുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിന്നെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം ദൈവചൈതന്യം നമ്മളിൽ പ്രവേശിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയം വെടിപ്പാക്കിയെങ്കിലേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കാലത്തികവിലാണ് ദൈവപുത്രൻ ആഗതനായി. പൗലോസ്ലിഹായും പറയുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ 1:11 അവൻ സ്വജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ ആഗതനായ ദൈവം സ്ത്രീയുടെ സന്തതി സ്വജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്നെ ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ അങ്ങനെ ദൈവമക്കളാകുന്നവർക്ക് പാപലേശം ഇല്ലാത്തവരായി തീരും അവർ. അപ്പം തന്നെ സ്വീകരിക്കുന്നവർക്കല്ല, അതായത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കല്ല ആ പാപം, ഈ ജന്മപാപം ഉണ്ടെന്നുള്ള ആ പാപബോധം, ആ പാപഭാരം നമ്മുടെ ഹൃദയത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ രക്ഷിച്ചെടുത്തു എന്നുള്ള ആ ബോധത്തിൽ, ആ അറിവിൽ, ആ വിശ്വാസത്തിലായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോഴാണ് പാപത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മളിൽ നിന്നുള്ള സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകും. യോഹന്നാൻ 6:40 പറയുന്നുണ്ട്, ഇത് എങ്ങനെ നമ്മൾ സാധിക്കുന്നു, യേശുക്രിസ്തുവിലൂടെ സാധിക്കുന്നത്. എന്നെ 6:40 പറയുന്നത്, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിനെ കാണുകയും നമ്മുടെ മനോമുഖരത്തിൽ എപ്പോഴും ക്രിസ്തു ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആരായാലും ശരി തന്നെ, ഏത് മതസ്ഥരായാലും ഏത് സമൂഹത്തിൽപ്പെട്ടവരായാലും അവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു അവരെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ആ ജീവനിലേക്ക്, നിത്യജീവൻ, ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ആ പർദീസ ജീവിതം, ആ പർദീസയിൽ വെച്ച് ആ നഷ്ടപ്പെട്ട ആ പർദീസ ജീവിതം, നിത്യജീവൻ ആകുന്ന പർദീസ ജീവിതം ഈ 40-ാം വാക്യം, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വാക്യപ്രകാരം തിരികെ നൽകി നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ഈ കർത്താവ് അവിടെ വെച്ച് പറഞ്ഞ് നേരത്തെ കഴിഞ്ഞ 2-3 അധ്യായം പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രോട്ടോവെക്കേലിയൻ ഭാഗമാണ് അത്. സ്ത്രീയുടെ സന്തതി വരുന്നത്, ആ സന്തതി ആ സന്തതിയിൽ വിശ്വസിച്ച് അവൻ്റെ വചനങ്ങൾ കേട്ട് പാലിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം അവനിൽ പ്രസാദിക്കുന്നു. അപ്പോൾ അവന് അവിടെ നഷ്ടമായത്, ഏദൻ തോട്ടത്തിൽ നഷ്ടമായ പർദീസ ജീവിതം, ദൈവത്തോടു കൂടി ഉള്ള ആ പർദീസ ജീവിതം അവന് തിരികെ ലഭിക്കുന്നു അവിടെ. ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായം 36-38 വാക്യങ്ങളിൽ പറയുന്നതും ഇത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയതിനാൽ പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ നമുക്ക് പാപമോചനം സാധിച്ച് നമ്മൾക്ക് ക്രിസ്തുവിന് ഈ അവകാശികളായി തീരും. അതാ ഈ നഷ്ടപ്പെട്ട പർദീസ ജീവിതത്തിന് അവകാശികളായി തീരുമെന്നാണ് അതിൻ്റെ സാരം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:36-38 വാക്യങ്ങളിൽ ഇത് പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ കർത്താവ് പൗലോസിൻ്റെ വാക്യത്തിൽ പറയുന്നത്, യേശു രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം മാമോദീസ രക്ഷിക്കപ്പെടുന്നവന് അതുവരെയുള്ള ശാപപാപങ്ങളെല്ലാം മോചനം പ്രാപിച്ച് അവൻ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഐക്യപ്പെടുന്നവർക്കാണ് അതുവായും വഴി ആ പാപം വഴി നഷ്ടപ്പെട്ട പർദീസ ജീവിതം, ദൈവത്തോടുകൂടിയുള്ള ആ ജീവിതം വീണ്ടും പുനർസാധ്യമാകുകയാണ്, സുസാധ്യം ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചിന്തിക്കണം, ഈ കായൻ്റെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് ഉള്ളതെന്ന് ചിന്തിക്കണം. വെറുതെ അക്ഷരാർത്ഥ അങ്ങനെ വായിച്ച് അങ്ങ് പോകുകയല്ല വാക്യങ്ങളായിട്ട്. നമ്മളത് ചിന്തിക്കുക, നമ്മളെപ്പറ്റി ഇന്ന് എൻ്റെ ജീവിതത്തിൽ, ഇന്നെൻ്റെ സമൂഹ ജീവിതത്തിൽ, എൻ്റെ കൂട്ടായ്മ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ, എൻ്റെ സമൂഹ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട്. സഹോദരൻ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ളവരല്ല, ചിലർ സ്വന്തം വീട്ടിൽ പോലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾ എന്താചരിച്ചാലും എന്താഘോഷിച്ചാലും ഒരു പ്രയോജനവുമില്ല. ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ നന്മകളെല്ലാം അടിച്ചു മാറ്റി കായൻ്റെ കൂട്ട് ഞാനായിരിക്കണം കേമൻ, മറ്റവരെ അങ്ങനെ ആയി പോകട്ടെ എന്ന് ആൾബലം കൊണ്ടോ ധനബലം കൊണ്ടോ ബുദ്ധി വൈഭവം കൊണ്ടോ ഇതെല്ലാം സ്വാധീനിച്ചാക്കി അത് അധികാരികളെ കൊണ്ട് സമ്മതിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെയാണ് ചരിത്രം അങ്ങനെ മാറ്റി എഴുതി ഒരു വയ്ക്കുന്നത് ഇന്ന് പലയിടത്തും കാണാം. എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ചരിത്രം അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അത് സമ്മതിച്ചു പോയി. മെത്രാന്മാർക്കൊന്നും ഇതൊന്നും അന്വേഷിക്കേണ്ടുന്ന കാര്യമില്ല. അവർ പറഞ്ഞു കേട്ടു, അവർ സുഖമായിട്ട് സുഖിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതൊക്കെ അംഗീകരിക്കും. ഇന്നിപ്പം ധാരാളം നടക്കുന്നതാണ്. ഞാൻ പലയിടത്തും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് ചിന്തിക്കാം, ഒരു ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കായൻ്റെ കൂട്ടാണോ ആബേലിൻ്റെ കൂട്ടാണോ? ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിലാണോ എന്ന് നമ്മളും ചിന്തിക്കണം. താഴ്മയുള്ള ആത്മാവാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അത് നമ്മൾ ഓർമ്മിക്കണം. എപ്പോഴും 51-ാം സങ്കീർത്തനം നമ്മൾ എത്രയോ പ്രാവശ്യം ചൊല്ലുന്നു. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, എങ്ങനെയാണ് പെരുമാറുന്നത്, ആരാണ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? മറ്റുള്ളവരെ അംഗീകരിക്കാൻ കായനെ ആബേലിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ അവന് തെറ്റ് പറ്റുകയില്ലായിരുന്നു. അത് നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ നന്മ നമ്മൾ പ്രഘോഷിക്കുക, നമ്മൾ പറയണം, നല്ലത് പറയണം.
നല്ലത് തന്നെ പറയണം. അല്ല അത് മാറ്റി അത് തിന്മയാക്കി മാറ്റി നന്മ എൻ്റേതാക്കി ആയിട്ട് വന്ന് ആ നന്മയാക്കി മാറ്റണമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമുക്കിതിനുള്ള ഒരു മാറ്റം, നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റം പരിശുദ്ധാത്മാ ബലം കൊണ്ട് നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഉചിതമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അപ്പോൾ നീയും സ്വീകാര്യനാകും. നമ്മളും ദൈവരാജ്യത്തിൽ സ്വീകാര്യരാകണം ദൂതന്മാരുടെ മുൻപിൽ അവസാന സമയം പുസ്തകം തുറക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെയും ആവശ്യതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെയും എല്ലാവരെയും സമൂഹത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരെയും തന്നെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം മാറണം. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെയെല്ലാം നമ്മൾ സമർപ്പിക്കുക. അവരെയെല്ലാം ഓർക്കുക. നമ്മുടെ ഭവനത്തിലുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ എല്ലാം ഓർത്ത് നമ്മൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തെ സ്തുതിക്കുക. 5-10 മിനിറ്റ് നേരം സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി യേശുവേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് നന്ദി, നന്ദി, സ്തോത്രം. അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളിലും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളുള്ളിടത്തെല്ലാം അവിടുത്തെ ആ മഹത്വം ഇറങ്ങി വന്ന് അവിടെ എല്ലാം ആവസിക്കട്ടെ. അവരിലെല്ലാം നിറയട്ടെ, ആവസിക്കട്ടെ. അങ്ങനെ ആദിയിലെ പോലെ കർത്താവേ, ഏദൻ തോട്ടത്തിൽ ആദ്യ സമയത്ത് ഹവ്വായും ആദവും ഹവ്വായും എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയി തീരട്ടെ. എല്ലാ ദോഷവശങ്ങളും എല്ലാം മാറിപ്പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, അങ്ങേക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ആമീൻ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. അടുത്തത് നമുക്ക് ഈ 4-ാം അധ്യായം ഒന്നുകൂടെ നമ്മൾക്ക് വിവരിക്കേണ്ടി വരും. അതുവരെ നമ്മൾ ഇത് ധ്യാനിക്കുക. നമ്മളുടെ സ്വന്തം മനസ്സിനെ പറ്റി എങ്ങനെയാണെന്നുള്ളത് ഈ വാക്യങ്ങൾ വായിച്ച്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.